സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അലക്സേജ് വർക്കലയിൽ കഴിഞ്ഞിരുന്നത് സോയ വില്ല എന്ന ഹോം സ്റ്റേയിലാണ്. 5 വർഷത്തേക്ക് ഹോം സ്റ്റേ വാടകയ്ക്കെടുത്തായിരുന്നു പ്രതിയുടെ കേരളത്തിലെ നീക്കങ്ങൾ. വർക്കല സ്വദേശി സിനി, റഷ്യക്കാരനായ റോമൻ എന്നിവരുടെ പങ്കാളിത്തത്തിലായിരുന്നു ഹോം സ്റ്റേ എടുത്തിരുന്നതെന്നാണ് വിവരം. 5 വർഷത്തിനിടെ പലതവണ അലക്സേജ് ഇവിടെ വന്നുപോയിരുന്നു. അലക്സേജിനെ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വി വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, കേരളത്തിൽ പിടിയിലായ ഈ അന്താരാഷ്ട്ര കുറ്റവാളിയെ സംബന്ധിച്ച്, അയാൾ ഇവിടെ കേരളത്തിൽ നടത്തിയ നീക്കങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ഗുരുതരമായ വിവരങ്ങളാണല്ലോ, നിർണായകമായ വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത്. അറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ഈ അലക്സേജ് താമസിച്ചിരുന്ന ഈ വീടിന് മുമ്പിലാണ്. ഇവിടെ ഹോം സ്റ്റേ എന്ന നിലയ്ക്കാണ് ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നത്. ഏതാണ്ട് 11 മാസത്തെ കരാർ, അങ്ങനെയാണ് ഈ വീട് എടുക്കുന്നത്. ഇത് നേരത്തെ തന്നെ 5 വർഷമായി ഇവിടേക്ക് വന്നു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അലക്സേജ് ആരാണ് എന്നത് സംബന്ധിച്ച് ഈ വീടിന്റെ ഉടമസ്ഥനോ അതോടൊപ്പം തന്നെ ഈ വീട് ലീസിനെടുത്ത് ഇങ്ങനെ ഹോം സ്റ്റേ ആയി പ്രവർത്തിപ്പിക്കുന്ന ആളിനോ അറിയില്ലായിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ ഈ നാട്ടുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. 11-ാം തീയതിയാണ് അലക്സേജിന്റെ ഭാര്യയും കുഞ്ഞും മറ്റൊരു ബന്ധുവും ഈ വീട്ടിൽ നിന്ന് രാവിലെ 11-ാം തീയതി രാവിലെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ ഇവിടെ ഉണ്ട് എന്ന കാര്യം. ഇന്റർപോൾ മനസ്സിലാക്കി അവർ പിടികൂടപ്പെടും എന്ന കാര്യം തിരിച്ചറിഞ്ഞതോടുകൂടി അലക്സേജ് ഇവരെ റഷ്യയിലേക്ക് കടക്കാൻ സഹായിക്കുകയായിരുന്നു. അവർ രാവിലെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. വൈകിട്ടോടുകൂടി അലക്സേജിന്റെ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വർക്കല പോലീസ് ഇവിടേക്ക് എത്തുന്നത്. ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പിടികൂടുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് കുറച്ചുകൂടി സമയം വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അന്താരാഷ്ട്ര കുറ്റവാളി ഈ ഹോം സ്റ്റേയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് പിടികൂടുമ്പോൾ 50,000 രൂപ കൈക്കൂലി കൊടുത്ത് ആ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു നീക്കം കൂടി ഈ അലക്സേജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 വീലറുകളാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഈ നാട്ടുകാർ തന്നെ വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഇവിടെ സഞ്ചാരം നടത്തിയിരുന്നത്. റഷ്യയുമായി ബന്ധമുണ്ട്. ലാറ്റ്വിയൻ പൗരത്വമുള്ള ആളാണ്, പക്ഷേ റഷ്യയിലാണ് പഠിച്ചത്. റഷ്യയിലാണ് ഈ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട സ്ഥാപനം നടത്തിയിരുന്നത്. അങ്ങനെ റഷ്യയിൽ വലിയ ബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്ക റഷ്യ ബന്ധം ഇതിൽ വരുന്നതും അമേരിക്ക വലിയ സംശയത്തോടുകൂടി അലക്സേജിന്റെ ഈ ഇടപാടുകളെ കാണുന്നത്. അവിടെ സർക്കാരിന്റെ, അമേരിക്കൻ ഭരണകൂടത്തിന്റെ സംവിധാനത്തിലുള്ള സ്ഥാപനങ്ങളിൽ വരെ നുഴഞ്ഞു കയറി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന നിലയിലേക്ക് പ്രതി പോയിരുന്നു. ഇത് ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി തന്നെ മാറുന്നു. അലക്സേജിന് റഷ്യൻ ചാര സംഘടനയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും അന്താരാഷ്ട്ര വാർത്താമാധ്യമമായ BBC-യിൽ വാർത്ത വന്നതോടുകൂടിയാണ് പ്രതി തന്റെ അടുത്ത ബന്ധുക്കളെ ഇവിടെ നിന്ന് റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത്. അവരെ രക്ഷപ്പെടാൻ അവർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അതിനുശേഷം സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കേരള പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. അതിന് കാരണമായത് ഇന്റർപോൾ CBIയെ ഈ വിവരം അറിയിക്കുകയും CBI ആ വിവരം സംസ്ഥാന പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി വർക്കല പോലീസിന് ഇത് സംബന്ധിച്ച വിവരം നൽകി. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളി ഇവിടെ താമസിക്കുന്നു, ട്രേസ് ചെയ്യണം എന്നൊരു വിവരം. പക്ഷെ പൂർണ്ണമായ വിവരം നൽകിയിരുന്നില്ല. പോലീസുകാരെ സംബന്ധിച്ച് റഷ്യൻ പൗരത്വം അല്ലെങ്കിൽ ലാറ്റ്വിയൻ പൗരത്വമുള്ള ഒരാൾ സംശയാസ്പദമായ രീതിയിൽ വർക്കല പ്രദേശത്ത് താമസിക്കുന്നു. ചില വിവരങ്ങൾ ഫോം ഇയാൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതിൽ പേരോ മറ്റ് കാര്യങ്ങളോ വ്യാജമായല്ല നൽകിയിരുന്നത്. യഥാർത്ഥ പേരും മറ്റു വിവരങ്ങളും തന്നെയാണ് നൽകിയിരുന്നത്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇവിടെ നമുക്ക് ഈ വർക്കല പ്രദേശം അറിയാം, ഇവിടെ ധാരാളം ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ വന്നൊരു അന്വേഷണം നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കൃത്യമായി
ചെറിയ സമയത്തിനുള്ളിൽ പോലീസ് വന്ന് പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചില വിവരങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കൂടി ഒരു കുറ്റവാളിയെയാണ് തേടുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു കുറ്റവാളി അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഏതാണ്ട് 1.5 ലക്ഷം കോടിയുടെ തട്ടിപ്പ് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായി നടത്തിയ ആളാണ്. തുടങ്ങിയ വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഗുരുതരമായ കേസാണെന്നുള്ളത് പോലീസിന് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു സാധാരണ ഒരു ഇരുനില വീടാണ്, സാധാരണ ഒരു വീടാണ്. ഇത്രയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരാൾ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമെന്ന് കരുതുക വയ്യ. നമ്മൾ ഈ വീടിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ, ഇവിടെ ജനാലകൾ തുറന്നു കിടപ്പുണ്ട്. ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ വലിയ ഒരു ആഡംബര ഗൃഹം എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല, സാധാരണ ഒരു വീടാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കുറ്റവാളി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം USA-യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഏതാണ്ട് 60 കമ്പനികളിലായി തട്ടിപ്പ് നടത്തിയ ഒരു കുറ്റവാളി താമസിച്ചിരുന്ന ഒരു വീട്, വർക്കലയിലെ ഒരു സാധാരണ വീട്ടിലാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഒരുപക്ഷെ അത് ഈ ഒരു തന്ത്രമായിരിക്കാം, താൻ പിടിക്കപ്പെടില്ല, ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തൊരാൾ ഇങ്ങനെ ഒരു സാധാരണ നിലയിലെ ജീവിതം നയിക്കില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് വന്നതെന്ന് നമുക്ക് കരുതാം. പക്ഷേ അവിടെയാണ് പോലീസിന്റെ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ കൃത്യമായി ഇന്റർപോൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CBI നൽകിയ നിർദ്ദേശം, അതനുസരിച്ച് അന്വേഷണ സംഘം നടത്തിയ നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ അടിസ്ഥാനമാക്കി ഈ പിടികൂടൽ നടക്കുന്നു, അറസ്റ്റ് നടക്കുന്നു. പട്യാല കോടതിയിലേക്ക് കൈമാറാനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു ഇതിനകം. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപെടലാണ്. തീവ്രവാദ സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകുക, ലഹരിമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, അമേരിക്കയിലെ സർക്കാർ സംവിധാനങ്ങളുടെ രേഖകൾ ചോർത്തുക, അതുവഴി സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാക്കുക, അവിടുത്തെ ജലവിതരണവുമായി വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ താറുമാറാക്കി അവരുടെ പണം തട്ടുക തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്ത ഒരു കാര്യമല്ല, അത് നിയതമായ രൂപമുള്ള ഒരു പണമല്ല. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വാലറ്റിലൂടെയൊക്കെയും അതിന്റെ മൂല്യം കണക്കാക്കുകയും ആ തരത്തിൽ ഇടപാട് നടക്കുകയും ചെയ്യുന്ന പൂർണ്ണമായും ഡിജിറ്റലായി നടക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെയാണ് ഈ ഡാർക്ക് നെറ്റിന്റെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രീതികളൊക്കെ പറയുന്നത്. നമുക്ക് ഈ വീടിന്റെ വശത്തേക്ക് പോകാം. ഇവിടെ വന്നാൽ ഈ ജനാലകളും അതൊക്കെ തന്നെ തുറന്നിട്ടിരിക്കുന്ന നിലയിലാണ്. ഒരു സാധാരണ വീടാണ്, ഏതെങ്കിലും തരത്തിലൊരു ആഡംബര ഗൃഹമല്ല. പങ്കാളിയുമായി ചേർന്ന് ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 1.5 ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരാൾ ജീവിക്കുന്നൊരു വീടാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ ഒരു വീട്ടിലെ കാഴ്ചകൾ മാത്രമാണ്. ഒരു അന്താരാഷ്ട്ര കുറ്റവാളി ഒളിവിൽ താമസിക്കുന്ന ഒരു സംവിധാനം, അത് ഒരുപക്ഷെ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം. ഈ പിടികൂടുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പോലീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നു. അവിടെ ഈ പ്രതിയുടെ ഭാര്യയുടെ സഞ്ചാരം അത് കൂടുതൽ നിരീക്ഷിക്കുന്നു. ഏത് ഭാഗത്തേക്കാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന കാര്യം കൂടുതൽ പരിശോധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ആണ് അവർ സഞ്ചരിച്ചതെന്ന കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇന്റർപോൾ ഇത് ട്രേസ് ചെയ്യുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്, പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ആ നിലയ്ക്കാണ്. ആ ഒരു പരിശോധനയുടെ ഭാഗമായി ഇവിടേക്ക് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലെത്തുന്നു. അതിൽ ഇന്റർപോളിന്റെ ഇടപെടൽ, അതോടൊപ്പം തന്നെ CBIയുടെ ഇടപെടൽ, കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ, ഇതെല്ലാം തന്നെയാണ് പ്രതിയെ കൊടുക്കുന്നതിന് ഇടയാക്കിയത്. അതെ, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ഒരു പ്രതി, 1.5 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു അന്താരാഷ്ട്ര ഏജൻസികൾ തേടുന്ന ക്രിമിനൽ നമ്മുടെ കേരളത്തിൽ വർക്കലയിൽ വന്ന് ഇത്രത്തോളം സാധാരണമായി ജീവിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളെ അതിശയിപ്പിച്ചത്. ഒരുപക്ഷെ ഇത്രയും കാലം ഈ പ്രതിയെ പിടികൂടാൻ കഴിയാതിരുന്നതും ഒരുപക്ഷെ ഇത്തരത്തിൽ തന്ത്രപരമായി ഈ പ്രതിയും കൂട്ടാളിയും നീങ്ങിയതുകൊണ്ട് തന്നെയാകാം. വിനോദ, ഒരു കാര്യം, അതായത് ഇപ്പോൾ എന്തായാലും ഇന്റർപോൾ അന്വേഷിക്കുന്ന വിഷയമാണിത്, അന്താരാഷ്ട്ര കേസാണ്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് ദേശീയ ഏജൻസിയുടെ കയ്യിലാണ്. പക്ഷെ കേരള പോലീസിന്റെ അന്വേഷണ പരിധി ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? കേരളത്തിൽ അലക്സേജിന്റെ ബന്ധങ്ങൾ ഏത് തരത്തിലായിരുന്നു?
എത്ര ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്? ഈ വിഷയങ്ങളിലൊക്കെ കേരള പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുമോ? അതെ, കേരളത്തിൽ അങ്ങനെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കേരള പോലീസിന്റെ പരിഗണനയിലില്ല. പക്ഷേ അലക്സേജ് 5 വർഷം മുൻപ് തന്നെ ഇവിടെ വന്നിരുന്നു എന്ന കാര്യമാണ്. ഇവിടെ ഈ താമസിക്കാൻ ഈ പ്രദേശത്ത് വന്നിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, കോവിഡ് സമയത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നതാണ്. അതായത് നേരത്തെയും 2001 മുതൽ 2004 വരെയാണ് ഈ തട്ടിപ്പ്, 2021 മുതൽ 2024 വരെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ വന്നു പോയിരുന്നു എന്നതാണ്. പ്രാദേശികമായി ഇവിടെ നിന്ന് സഹായം ലഭിച്ചോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവിടേക്ക് ആളുകൾ വന്നു പോകുമായിരുന്നു, അത് റഷ്യൻ വംശജർ എന്ന കാര്യമാണ് അവർ ഒരു സംശയമായി പറയുന്നത്. പ്രാദേശികമായി ചില ആളുകൾ ഇവിടെ വന്നു പോയിരുന്നു എന്ന കാര്യം പറയുന്നു. ഒരുപക്ഷെ അത് ഇവരെ സഹായിക്കാൻ വേണ്ടി നാട്ടുകാർ എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യുകയും അതിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന തലത്തിൽ നാട്ടുകാർ വന്നു പോയതായിരിക്കാം. പക്ഷേ ഈ വീട്ടിലേക്ക് ഇടയ്ക്കും മുറയ്ക്കും റഷ്യൻ വംശജർ വന്നു പോയിരുന്നു എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതും. ഇവിടെ ഈ ഭാര്യയും ഭർത്താവും കുഞ്ഞും ഒരു ബന്ധുവും താമസിച്ചു എന്നതിനപ്പുറം മറ്റ് ചില ആളുകൾ വന്നു പോയിരുന്നു. അത് എന്തിനു വേണ്ടി എന്ന ഒരു സംശയം ബലമായി അവശേഷിക്കുന്നുണ്ട്. നമ്മൾ ഈ വീടിന്റെ ഒരു പൂർണ്ണമായും നമ്മൾ ഈ വീടിനെ ചുറ്റി വന്നിട്ടുണ്ട്. വളരെ സാധാരണമായ ഒരു വീടാണ്. വലിയ വലിപ്പമുള്ള വീടോ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വീടോ ഒന്നുമല്ല. സാധാരണ ഒരു വീടാണ്. 4 ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ വീടിനുള്ളിലുള്ളത് 2 ഹെൽമറ്റുകളാണ്. അതായത് ഇരുചക്ര വാഹനത്തിലായിരുന്നു ഇവരുടെ യാത്രകൾ. അമേരിക്കയെ പോലും കബളിപ്പിച്ച, അമേരിക്കയിൽ പോലും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ, നമ്മൾ അങ്ങനെ വേണം ഈ കേസിനെ കാണാൻ. അതീവ ഗൗരവമുള്ള കേസാണ്. അമേരിക്കയിൽ സാമ്പത്തിക തട്ടിപ്പ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ്, അന്താരാഷ്ട്ര കമ്പനികൾ, ഏറ്റവും ബഹുരാഷ്ട്ര കമ്പനികളായ 60 കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയറിൽ കയറി സാമ്പത്തിക തിരിമറി നടത്തുക, ആ പണം തട്ടിക്കുക, ലഹരി കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുക, തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെടുക, അവർക്ക് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കുക, റഷ്യയിൽ ഒരു സ്ഥാപനം തുടങ്ങുക, ആ സ്ഥാപനം ഒരു സഹപങ്കാളി കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലാറ്റ്വിയൻ പൗരത്വമുള്ള ആളാണ്. പഠിച്ചതും കൗമാരകാലവും എല്ലാം തന്നെ റഷ്യയിലായിരുന്നു. അവിടെ ഒരു 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 സ്ഥാപനം ആദ്യം തുടങ്ങുന്നു, ഒരു പങ്കാളി വരുന്നു. ആ തരത്തിൽ മോസ്കോയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അത് അമേരിക്കയിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അതിന്റെ ഗൗരവം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. അവിടെയാണ് ചില വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അമേരിക്കയിൽ ഭരണം, അതിന്റെ അധികാരം മാറുകയും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും പ്രതിയുടെ ഭാര്യ നടത്തിയ യാത്രകൾ കൃത്യമായി പരിശോധിക്കുകയും അവർ ഇന്ത്യയിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു. ആ ഒരു യാത്രയുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പ്രതിയിലേക്ക് എത്താൻ ഇന്റർപോളിന് കഴിയുന്നത്. അതിനുശേഷം CBIയുടെ സഹായം തേടുന്നു. ഇങ്ങനെ കുറ്റവാളികളെ വെച്ചു മാറുന്നതിനുള്ള കരാർ നേരത്തെ തന്നെ ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പട്യാല കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിന് ഇന്റർപോളിന് ഈ കുറ്റവാളിയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്റർപോൾ അന്വേഷിക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ 1.5 ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അലക്സേജ് എന്ന റഷ്യൻ പൗരൻ വർക്കലയിൽ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ VV വിനോദ് കാട്ടിത്തന്ന സോയ വില്ല എന്ന ഹോം സ്റ്റേയിലാണ്. വളരെ സാധാരണമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഇത്രയും കാലം ഈ അലക്സേജ് ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു, വളരെ തന്ത്രപരമായി.